ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കോളർ നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു നൈറ്റി ബിറ്റ് എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി 2.90 ഒരു നൈറ്റി ബിറ്റാണിത്. ഇത് വെച്ച് എങ്ങനെ ഒരു കോളർ നൈറ്റി കട്ട് ചെയ്യാമെന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നൈറ്റി ഇവിടെ ഒപ്പം മടക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ബാക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ നൈറ്റിക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്കും ഫ്രണ്ടും ഒപ്പിട്ടാണ് കട്ട് ചെയ്യാറ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ബാക്കാണ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അത് ഒരു ലൈനാക്കി വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഷോൾഡർ എടുക്കാം. ഒരു ഷോൾഡർ ഞാൻ 7.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ അവിടെ ഒരു ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഞാൻ കൈക്കുഴി അടയാളപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. കൈക്കുഴിയും ഒരു 7.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് ഒരു 11 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ കൈക്കുഴി ബോക്സാക്കി വരച്ചിട്ട് അത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നെക്ക് ഒരു 2.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ചെരിച്ച് വരക്കണം കേട്ടോ. കോളറിനൊക്കെ ആയതുകൊണ്ടാണ് 1 ഇഞ്ച് ചെരിവ് കൊടുത്തേക്കുന്നത്. ഇനി കൈക്കുഴി ഇവിടെ ഷേപ്പ് ചെയ്ത് ഞാൻ ചെസ്റ്റിൻ്റെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 15 ഇഞ്ച് താഴ്ത്തിയിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തുക. അവിടെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടിയെടുക്കണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് ഇനി താഴത്തേക്ക് കിട്ടുന്ന ലൂസ് നമ്മൾ മാർക്ക് ചെയ്ത് വരച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിൻ്റെ മാർക്കിങ് ഇത്രയേ ഉള്ളൂ. ബാക്ക് നമ്മൾ ബാക്ക് മാത്രമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും കൂടി ആയിട്ടല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ബാക്ക് മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് ഓപ്പോസിറ്റ് തിരിച്ചിട്ടാണ് ഓപ്പൺ സൈഡ് എടുത്തിട്ടാണ് ഫ്രണ്ട് വെട്ടണം കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ടെടുക്കുമ്പോൾ ഓപ്പൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചിട്ടെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് കയറ്റിയിട്ട് ഫ്രണ്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് തുണി ഒട്ടും വേസ്റ്റ് ആവില്ല. ഇനി നമുക്ക് ഫ്രണ്ടിന് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ തേര് വന്ന ഭാഗമാണ് സെൻറ്ററായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ബാക്കിൻ്റെ പീസ് വെച്ചെടുക്കാം. കണ്ട ഇതുപോലെ കയറ്റി നമുക്ക് വെച്ചെടുക്കുമ്പോൾ ആ കൈക്കുഴിയുടെ ഭാഗത്തിൻ്റെ അവിടെയായിട്ട് നമുക്ക് കയറ്റി വെച്ചെടുക്കുമ്പോൾ നമുക്ക് അത്രയും കൂടി പീസ് അവിടെ കിട്ടും. ലെങ്ത്തിൻ്റെ നമുക്കത് കൂട്ടാം. അപ്പോൾ ഇങ്ങനെ ബാക്ക് വെച്ചെടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാനുള്ള പടിക്കുള്ളത് നമ്മൾ കൂട്ടിയെടുക്കണം കേട്ടോ. ഇത് ഫ്രണ്ട് ഓപ്പണായിട്ടും നമുക്ക് അറ്റം വരെ ഓപ്പണായിട്ട് തയ്ച്ചെടുക്കാം. ഞാനിത് ഫ്രണ്ട് ഓപ്പണായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഓപ്പൺ ചെയ്യണുള്ളൂ. ബാക്കി കൂട്ടിയടിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് താഴെ നമ്മൾ ഓപ്പൺ ഇടുന്നുണ്ട്. പിന്നെ 2 ഹുക്ക് വയ്ക്കാനുള്ള ഭാഗവും മാത്രം ഓപ്പൺ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗം കൂട്ടിയടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പടിക്കുള്ള ഭാഗം തള്ളിയിട്ടിട്ട് ബാക്കി എല്ലാം ബാക്ക് വെച്ച് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ബാക്ക് വെച്ച് ആ ഫ്രണ്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ലെങ്ത്തിൻ്റെ ആ ഭാഗം വരുമ്പോൾ നമുക്കതവിടെ കറക്റ്റായിട്ട് തന്നെ ഒപ്പം മുറിച്ച് വെക്കാം. പിന്നെ ബാക്കി കിട്ടുന്ന പീസിൽ നിന്നാണ് നമുക്ക് സ്ലീവ് ഇട്ടെടുക്കാനുള്ളത്. അപ്പോൾ നൈറ്റിയുടെ ബോഡി പാർട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കി വന്ന ആ ഭാഗത്തു നിന്ന് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ആവശ്യമുള്ളത് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 10.5 ഇഞ്ച് ലെങ്ത്താണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു തയ്യൽ തുമ്പും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 10.5 കിട്ടില്ല, ഒരു 9 ഇഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറൊരു പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് കൈ നീളം കുറച്ചും കൂടി വേണം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കൈവണ്ണമൊക്കെ മാർക്ക് ചെയ്ത് നമ്മളിവിടെ സ്ലീവ് വെട്ടണം. അപ്പോൾ മുകളിൽ നിന്ന് 3.5 ഇഞ്ച് കൈക്കുഴിയുടെ ഭാഗത്തേക്ക് നമുക്ക് ഇറക്കി മാർക്ക് ചെയ്യണം. ആ ഭാഗത്തേക്കാണ് നമ്മൾ ഈ കൈയുടെ വണ്ണം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കൈയുടെ വണ്ണം എടുക്കുന്നത് ഇതേപോലെ കൈക്കുഴിയുടെ അവിടെ നിന്ന്
ചെസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് ചെരിച്ച് പിടിക്കണം. എന്നിട്ട് അവിടെ നിന്ന് 1 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. 3/4 ഇഞ്ചിൻ്റെ ആവശ്യം വരണുള്ളൂ. വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ചിനും കൂട്ടി 1 ഇഞ്ച് വരെ എടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് 9.5 ഇഞ്ചേ കിട്ടണുള്ളൂ. അപ്പോൾ കുറച്ചൊരു ജോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് കൈവണ്ണം കറക്റ്റായിട്ട് കിട്ടും. കൈയുടെ വണ്ണം 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കണേ. അതിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടിയെടുക്കണം കേട്ടോ. ഇവിടെ ഒരു 3.5 ഇഞ്ച് കൈക്കുഴിക്കുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഇതേപോലെ ഒന്ന് ക്രോസായിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മളിനി വളച്ച് വരച്ചെടുക്കാനുള്ളതാണ്. എന്നിട്ട് ആ കൈക്കുഴിയുടെ ആ ഭാഗത്തു നിന്ന് താഴത്തേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട കൈവണ്ണത്തിൻ്റെ ആ ഭാഗത്തേക്ക് കേട്ടോ. അവിടെ തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്തിട്ട് വേണം ആ കൈ വരക്കാൻ കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളൊരു സെൻറ്ററിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കഴിച്ചിട്ടാണ് നമ്മൾ ഈ വളച്ച് വരച്ചു കൊടുക്കണം കേട്ടോ കൈ. അല്ലെങ്കിൽ ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ വളയ്ക്കരുത്. ഒരു 1.5 ഇഞ്ച് കഴിച്ചിട്ടാണ് നമ്മളിങ്ങനെ വളച്ച് വരച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കൈയുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ചെറിയൊരു ജോയിൻറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ തയ്ച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പിൽ അത് പൊക്കോളും. അപ്പോൾ അത് ഞാൻ അതിന് വേണ്ടി ഒരു പീസ് ഇതിൻ്റെ നൈറ്റിയുടെ കട്ട് ചെയ്തതിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വയ്ക്കാനുണ്ട്. അപ്പോൾ കട്ടിങ് നമ്മൾ നൈറ്റിയുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞ് കോളർ ഇനി നമ്മൾ തയ്ക്കുമ്പോഴാണ് കറക്റ്റ് ഷോൾഡറൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുള്ളൂ. ഇനി നമുക്കിത് സ്റ്റിച്ചിങ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പടി മടിക്കടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യേണ്ട അവിടെ ബട്ടൺസ് ഒന്നും വയ്ക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആ കഴുത്തിൻ്റെ നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കൂട്ടിയടിക്കട്ടോ. ഇതിപ്പോൾ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പടി അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് നീളത്തിൽ ഞാൻ ഫ്രണ്ടിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ അകലം. അപ്പോൾ നമ്മൾ കൈ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ഭാഗം വരെ ഓപ്പണായിട്ട് കിടക്കണം. ഇങ്ങനെ വി പോലെ കിടക്കണ ഭാഗം ഉണ്ടത്. അപ്പോൾ അവിടം വരെയാണ് ഓപ്പൺ. അപ്പോൾ അവിടം വരെ വേണമെങ്കിൽ അവിടം തുടങ്ങി നമുക്ക് താഴത്തേക്ക് ഒരുമിച്ച് 2 പടിയും കൂട്ടി വേണമെങ്കിൽ അടിക്കാട്ടാം. ഇതിപ്പോൾ ഞാൻ സെപ്പറേറ്റ് 2 പടിയും വേറെ വേറെ മടക്കി അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ മടക്കി അടിക്കുമ്പോൾ നമ്മൾ മടക്കി അത്രയും വീതി തന്നെ മടക്കി അടിക്കരുത്. ഒരു 1/2 ഇഞ്ച് തള്ളിയിട്ടിട്ട് വേണം അടിക്കാൻ. അപ്പോൾ ഞാൻ മടക്കി വെച്ചാലും അത്രയും വീതിയിൽ ഞാനിവിടെ തയ്ക്കണില്ല. അതിലും കൂടി കുറച്ചാണ് ഇവിടെ പടി അടിക്കണത്. കാരണം ഒരു പടിയുടെ മുകളിൽ മറ്റേ പടി വരുമ്പോൾ നമുക്ക് ആ ബട്ടൺ ഇടാനുള്ള സ്പേസ് നമ്മൾ അവിടെ കണ്ടെത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ അകലം തീരെ കുറഞ്ഞു പോകും. നമ്മൾ മടക്കി വെച്ച് അതേ അകലത്തിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ 2 ഭാഗത്തും പടി ഇതേപോലെ മടക്കി അടിക്കാൻ കേട്ടോ. കണ്ട. അപ്പോൾ നമ്മൾ ഇച്ചിരി തള്ളി പടി തയ്ക്കുമ്പോൾ കഴുത്ത് കറക്റ്റായിട്ട് തന്നെ വരും. കാരണം ഒരു പടി തയ്ച്ച് ചെയ്യുമ്പോൾ ഒരു പടിയുടെ മുകളിലാണ് ഒരു പടി വരണത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. ബട്ടൺസൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെ അത് ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴുത്തടിക്കുമ്പോൾ കഴുത്തിൻ്റെ അകലം കുറഞ്ഞു പോകും. അപ്പോൾ കഴുത്തിങ്ങനെ ഇടുങ്ങിയിരിക്കും. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പടി തള്ളിയിട്ട് നമ്മൾ കട്ട് ചെയ്തപ്പോൾ വെട്ടിയത്. അപ്പോൾ ആ പടി നമ്മൾ തയ്ക്കുമ്പോൾ വീതി കുറച്ചിട്ട് ഇപ്പോൾ 1 ഇഞ്ച് എടുത്തേക്കണമെങ്കിൽ 1/2 ഇഞ്ചിലാണ് വയ്ക്കാൻ പാടുള്ളൂ. എന്നാലാണ് 2 പടിയും തയ്ച്ച് കഴിഞ്ഞിട്ട് ഒരു പടിയുടെ മുകളിൽ ഒരു പടി വെച്ച് അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ അടിക്കണതിന് പകരം നമ്മൾ ബട്ടൺസ് വയ്ക്കണമെങ്കിലും ഈ മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ബട്ടൺസ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മുകളിൽ നിന്ന് കഴുത്തിൻ്റെ ഓപ്പൺ വന്നില്ലേ 7.5 ഇഞ്ച്, അത് കഴിഞ്ഞിട്ട് ബാക്കി അവിടം തുടങ്ങി താഴത്ത് ഒരു സ്ലിറ്റിനുള്ള ഭാഗം കൈ ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ളത് വരെ ഞാൻ അടിക്കും കേട്ടോ. അറ്റത്തേക്ക് അടിക്കണ്ട. സ്ലിറ്റിൻ്റെ ആ ഭാഗം നമുക്ക് പ്ലെയിനായിട്ട് കിടക്കണം, ഓപ്പണായിട്ട് കിടക്കണം. അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം വന്നപ്പോൾ ഞാൻ ദേ ഇവിടെ കെട്ടിട്ട് നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടൺസ് വയ്ക്കുകയാണെങ്കിലും ഈ രീതിയിൽ തന്നെ കേട്ടോ വരുള്ളൂ. ഒരു പടിയുമ്പോൾ ബട്ടൺസും വയ്ക്കും, ഒരു പടിയുമ്പോൾ ഹോളും വയ്ക്കും. ഇനി നമുക്ക് ഇത് ബാക്ക് പീസിൻ്റെ
ഷോൾഡറായിട്ട് ജോയിൻ ചെയ്യാം. ബാക്കിലെ നെക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ അകലം മാത്രം മാർക്ക് ചെയ്തിട്ടുള്ളൂ. അവിടെ നമ്മൾ ബാക്കിൽ നെക്കൊന്നും വെട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റ് ഫ്രണ്ടിലെ ഷോൾഡറും കറക്റ്റ് വെച്ചിട്ട് നമ്മൾ അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് കറക്റ്റ് നെക്കിൻ്റെ അകലം തന്നെ കിട്ടും. ഇനി നമുക്ക് ആ തയ്യൽ തുമ്പിൻ്റെ അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയണം കേട്ടോ. അത് ഇതേപോലെ തയ്ച്ചിട്ട് കണ്ട തയ്യൽ തുമ്പിൻ്റെ 1/2 ഇഞ്ച് മാത്രം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. ഇത്രയും ഭാഗം ഞാനിവിടെ ഓപ്പണായിട്ട് ഇട്ടിട്ടുള്ളൂ. ആ ഭാഗം ഇതുപോലെ ഇങ്ങനെ വിടർന്നിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കഴുത്ത് നമുക്ക് കടക്കൂലല്ലോ. അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഹുക്ക ബട്ടനോ വെച്ചെടുക്കാം. ഇതിപ്പോൾ ഈ സമയത്ത് നമ്മളിങ്ങനെ കഴുത്ത് ഒപ്പം മടക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കണം. അപ്പോൾ ഒരു 8.5 ഇഞ്ചോളം നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. 8.5യുടെ ഡബിളാകുമ്പോൾ 17 ഇഞ്ച് ലെങ്ത്ത് വരും കോളറിന്. അപ്പോൾ ഞാനിവിടെ ആ നൈറ്റി പീസിൻ്റെ ബാക്കി വന്ന കട്ട് പീസിൻ്റെ ആ ഭാഗത്ത് ഈ കോളറിന് ഉള്ള പീസ് ഇവിടെ മടക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 2 പീസുണ്ട് കേട്ടോ. 2 പീസ് ഒരുമിച്ച് മടക്കി 4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. കോളറിന് അടിച്ച് മറിക്കാനുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടി 2 ഭാഗത്തും കോളറിന് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കോളറിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് 3.5 ഇഞ്ചും ഈ ഭാഗത്ത് 2.5 ഇഞ്ചും കേട്ടോ വീതി ഞാൻ എടുത്തേക്കണത്. അപ്പോൾ അത് മാർക്ക് തമ്മിൽ ഇതേപോലെ ഒരു ഷേപ്പ് ചെയ്ത് യോജിപ്പിക്കണം. ഈ മടക്ക് ഭാഗത്ത് 3.5 വന്നാലുണ്ട് നമുക്ക് അതുപോലെ ഒരു ഷേപ്പാണ് കേട്ടോ കിട്ടണത്. ഇത് വേണമെങ്കിൽ നമുക്ക് ക്യാൻവാസ് ഒട്ടിച്ച് വേണമെങ്കിലും തയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ക്യാൻവാസ് എടുത്തിട്ടില്ല. 2 പീസ് ഒരുമിച്ച് വച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിന് ആദ്യം തന്നെ ഒരു പീസിൻ്റെ ഈ അടിഭാഗം ആ ഷേപ്പ് ചെയ്ത ഭാഗമില്ലേ, ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് ഒരെണ്ണത്തിൻ്റെ മാത്രം മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. മടക്കി വെച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം. എന്നിട്ട് ഈ അടിച്ചെടുത്ത പീസ് മറ്റേ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല വശം കൂടി വെച്ചിട്ട് നമ്മൾ ആ 3 സൈഡും അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മളിത് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു പീസിൻ്റെ അടിഭാഗം മടക്കി വെച്ചിട്ടുണ്ടല്ലോ, മറ്റേ പീസ് സാധാരണ ആ തയ്യൽ തുമ്പ് നിവർന്നാണ് ഇരിക്കുന്നത്. ആ നിവർന്നിരിക്കുന്ന തയ്യൽ തുമ്പാണ് നമ്മൾ ഈ നൈറ്റിമ വച്ച് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഇതുപോലെ നേരെ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. ഇവിടെയും കൂടി അടിച്ചെടുത്തിട്ട് നമ്മളിത് മറിച്ചെടുക്കണം. മറിച്ചെടുക്കുമ്പോൾ ഈ കോർണർ ഭാഗത്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ കുത്തി നമ്മൾ ആ പോയിൻ്റ് കറക്റ്റാക്കി എടുക്കണം. ഇപ്പോൾ കോളർ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നൈറ്റിമ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആ മടിക്കടിക്കാത്ത ആ ഭാഗം നമ്മൾ നൈറ്റിയുടെ തുടക്കം ഇല്ലേ, ആ ഭാഗമായിട്ട് ഞാൻ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് തയ്ക്കണേക്ക് മുമ്പ് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇത് ഒപ്പമാണോന്നൊക്കെ നമുക്കപ്പോൾ ആ സമയത്ത് കൺഫേം ചെയ്യാം കേട്ടോ. കറക്റ്റ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാൻ നല്ല ഈസി ആയിരിക്കും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അതിനുവേണ്ടി നൈറ്റിയുടെ നല്ല ഭാഗത്ത് നമ്മൾ കോളറിൻ്റെ ഒരു ഭാഗം വച്ച് അടിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് കോളറിൻ്റെ നൈറ്റിയുടെയും തയ്യൽ തുമ്പ് ചീത്ത ഭാഗത്തായിട്ടാണ് വന്നത്. അപ്പോൾ ആ തയ്യൽ തുമ്പ് നമ്മൾ കോളറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മളൊരു ഭാഗം മടക്കി വെച്ചടിച്ചില്ലേ, ആ ഭാഗം വെച്ച് ഇത് പതിച്ചടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ നെക്കിൻ്റെ ഈ തയ്യൽ തുമ്പ് വെളിയിൽ കാണില്ല. ഇപ്പോൾ നമ്മൾ കോളർ അടിക്കുമ്പോൾ ആദ്യം ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് നിർത്തണം. പിന്നെ സെൻറ്റർ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മറ്റേ ഭാഗവും ഒരറ്റത്തു നിന്ന് കൊണ്ടുവന്നിട്ട് ഈ സെൻറ്ററിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ തുടക്ക ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് ചുളുക്കൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് തയ്ക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പീസ് ഇച്ചിരി ചുളുക്ക് വന്നാൽ അത് ഫ്രണ്ട് ഭാഗത്ത് തന്നെ അതിൻ്റെ ചുളുക്ക് കാണും. ഇതിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം വന്നാൽ നമ്മൾ ആദ്യം തന്നെ വെച്ച് നോക്കണാണ്ട് അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇനി അഥവാ തയ്ച്ച് കഴിയുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് സെൻറ്ററിൽ നമുക്ക് പിടിക്കുകയാണെങ്കിൽ അത് ഫ്രണ്ടിൽ കാണില്ല. കണ്ട, ഇനിയിപ്പോൾ നമ്മൾ ആ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്തടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ഭാഗം മടക്കി അടിച്ചത്. ഇതടിക്കുമ്പോൾ ഈ അറ്റത്തു നിന്ന് ഇങ്ങനെ അടിച്ചിട്ട് മറ്റേ അറ്റത്ത് കൊണ്ടുവന്ന് നിർത്താട്ടോ. ഇതിപ്പോൾ നമുക്ക് ക്യാൻവാസ് വെച്ച് അടിക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നല്ല ഭംഗിയിലൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം. അല്ലെങ്കിൽ ഉള്ളിൽ വേറെ കട്ടിക്ക് വേണ്ടി ഒന്നും കൂടി ഒരു തുണിയും കൂടി, നമ്മളിപ്പോൾ ബ്ലൗസിനൊക്കെ പടി വയ്ക്കുമ്പോൾ ഒരു തുണിയും കൂടി ഉള്ളിൽ വെച്ച് അടിക്കില്ലേ, അതുപോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആ തുമ്പ് കവർ ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ കോളറിൻ്റെ അരികത്ത് കൂടി ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോളറിൻ്റെ സ്റ്റിച്ച് നമുക്ക് ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ നെക്കിൻ്റെ കോളറിൻ്റെ വർക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിൻ്റെ സ്ലീവ് പിടിപ്പിക്കാനുള്ളൂ. സ്ലീവ് പിടിപ്പിച്ച് സൈഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ നൈറ്റിയുടെ വർക്ക് ഫിനിഷിങ് ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് സെൻറ്ററിൽ ബട്ടണൊന്നുമല്ല വയ്ക്കണേ, നമ്മൾ ജോയിൻ ചെയ്തെടുത്തേക്കാണ്. ബട്ടൺ വെക്കേണ്ടവർക്ക് ബട്ടൺ വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കോളർ വെച്ചിട്ടുള്ള ഫൈനൽ ലുക്ക്. ഇനി സ്ലീവ് പിടിപ്പിച്ച് സൈഡ് കൂട്ടി അരിക്ക് മടിക്കടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.